ഞാനിന്ന് കോയമ്പത്തൂർ എത്തി. രാവിലെ ഇവിടെ നിന്ന് ഗാന്ധിപുരം ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ നിന്ന് ആദിയോഗി എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊരു ഗാന്ധിപുരത്ത് നിന്നൊരു 30-32 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നു. ഇതൊരു 112 ഫീറ്റ് സ്റ്റാച്ചു ആണ്. 112 ഫീറ്റ് സ്റ്റാച്ചുവിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിൽ ആദിഗുരു എന്നുള്ള ശിവൻ പുള്ളിയുടെ ശിഷ്യന്മാരായ സപ്തർഷിമാർക്ക് 112 വഴികൾ പറഞ്ഞു കൊടുത്തു മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിനെ ബേസ് ആക്കിയിട്ടാണ് അത് 112 അടി എന്നുള്ള ഒരു ലെവലിൽ ആ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയത്. ഇത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നതാണ്. ദ ബസ്റ്റ് ഓഫ് ശിവ എന്ന് പറയും. അതായത് ശിവൻ്റെ ടോർസോ മീൻസ് വേസ്റ്റിന് മുകളിലേക്കുള്ള ഒരു സ്റ്റാച്ചു ആണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു എന്ന് പറയുന്നു. അങ്ങനത്തെ അതായത് വേസ്റ്റിന് മുകളിലേക്കുള്ള സ്റ്റാച്ചു വെച്ചിട്ട് അവിടെ തന്നെ ഒരു യോഗേശ്വർ ലിംഗ എന്നുള്ള ഒരു ചെറിയൊരു ശിവലിംഗമുണ്ട്. ഇവിടെയൊക്കെ പൂജ നടക്കാറുണ്ട്. ഇത് എല്ലാ ഫുൾ മൂൺ ഡേയും, എല്ലാ മാസവും ഫുൾ മൂൺ ഡേയും രാത്രി 12 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും. അന്ന് ഇവിടെ ഒരു 10 തൊട്ട് 12 വരെ ഇവിടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ടാകുമെന്ന് പറയുന്നു. എനിവേ ഇതൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ്. ഇവിടെ വന്ന നമ്മുടെ ഉള്ളിലേക്ക് എത്തി കഴിഞ്ഞാൽ പായസത്തിനും എല്ലാത്തിനും കാശ് കൊടുക്കേണ്ടി വരും. അതായത് ഫുള്ള് കൊമേഴ്ഷ്യലൈസ് ആയിട്ടുള്ള ഒരു പ്രേയിങ് ഏരിയ ആണ്. ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ കോയമ്പത്തൂർ വന്നത് കാണാണ്ട് പോകരുത്. കാരണം കോയമ്പത്തൂരിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ്. ഇന്ന് നല്ല വെയിലുണ്ട്, പക്ഷേ അത്ര ചൂടില്ല. എന്നാലും വേർക്കുന്നുണ്ട്. ഇതിപ്പോൾ മെയ് മാസം അവസാനമാണ്. എന്നാലും ഇത് കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് വരില്ല. കാരണം ഇതിനു വേണ്ടി തന്നെ ഇനി വരാൻ പറ്റില്ല. ഇപ്പോൾ സമയമുള്ളപ്പോൾ വന്നതാണ്. സോ ഇന്നിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. ഒരു 1.5-3 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തും. അവിടെ ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നലെ തിരിച്ചു വരാനാണ് ഉദ്ദേശം. സോ ബാക്കി നമുക്ക് അവിടെ പോയി കാണാം. ഇതൊരു അത്യാവശ്യം വലിയൊരു മെറ്റലിൻ്റെ സ്റ്റാച്ചു ആണ്. 112 ഫീറ്റ് ഹൈറ്റ്, അറൗണ്ട് 35 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. പിന്നെ 25 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. പിന്നെ ഒരു 15 മീറ്റേഴ്സ് വിഡ്ത്ത് ഉണ്ടാവും. ബാക്കി അവിടെ പോയിട്ട് കാണാം. ഓക്കെ. 32 കിലോമീറ്റർ പോണ വഴിയാണ് നമ്മൾ കാണുന്നത് അങ്ങോട്ടേക്ക്. അവിടെ ഇവിടെയൊക്കെയായിട്ട് മല കാണാം. ഇത് നന്ദി ഹിൽസാണ് ഈ കാണുന്നതെല്ലാം. കുറച്ച് വെജിറ്റേഷൻ ഉണ്ട്, എന്നാൽ അത്ര വെജിറ്റേഷൻ ഇല്ല. ഇപ്പോൾ കുറച്ച് വേനൽക്കാലമായിരിക്കാം. എന്നാലും പക്ഷേ നല്ല രസമുണ്ട് ഇതിൽ പോകാൻ തന്നെ. അപ്പോൾ പയ്യെ അവിടെ എത്തി. നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ആദിയോഗിയുടെ ആ ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഒരു ജ്ഞാൻലിംഗ എന്നൊരു സ്ഥലം മുമ്പോട്ട് പോയാൽ കാണാം. ഒരു ശിവലിംഗമാണ്. അതിന് പ്രത്യേക സമയമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആദിയോഗിയുടെ സ്റ്റാച്ചു. ഇപ്പോൾ ഞാൻ എന്തായാലും ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാനായിട്ട് മെയിനായിട്ട് വന്നത്. അപ്പോൾ ആദിയോഗിയുടെ സ്റ്റാച്ചു കൊണ്ട് പോകാം. ഇവിടെ ഒരു ബുള്ളറ്റ് കാർട്ട് അല്ലെങ്കിൽ കാളവണ്ടിയിൽ കയറിയിട്ട് പോകാവുന്നേ ഉള്ളൂ. കാളവണ്ടി കയറി കഴിഞ്ഞാൽ കാള നമ്മൾ വലിച്ചുകൊണ്ട് പോയിക്കോളും. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അതാണ്. അപ്പോൾ അതിലും കയറി പോകാം, അല്ലെങ്കിൽ നടന്നും പോകാം. ഇപ്പം നമ്മൾ കണ്ട കാളവണ്ടിയാണ്. അങ്ങനെ കുറേ കാളവണ്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ്. അതായത് നമുക്ക് പ്ലാസ്റ്റിക് അങ്ങനെ സംഭവം ഇടാൻ പാടില്ല. അത് സാധാരണ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇതൊരു വെള്ളം ഇങ്ങനെ എല്ലായിടത്തും വച്ചിട്ടുണ്ട്. കുടിക്കാൻ പറ്റിയ വെള്ളമാണെന്ന് പറയുന്നു. അത്ര അവിടെ ഇருக்கு 5 മിനിറ്റ്സ് വാക്ക് തന്നെ. 5 മിനിറ്റ്സ് ഇங்கே 10 മിനിറ്റ്സ് വാക്ക്. അതുകൊണ്ട് മറ്റേ ഇതാ ശിവലിംഗം. അവിടെ ശിവലിംഗം ആദിയോഗി മാത്രം, വേറെ ഒന്നുമില്ല അവിടെ. ഓക്കെ ഓക്കെ. ഇപ്പോൾ സംസാരിച്ച അവിടുത്തെ ഒരു കടയിലെ സ്ത്രീയാണ്. അവർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ ഇവിടെ ജ്ഞാനലിംഗം ഉണ്ട്, പിന്നെ ശിവന് സ്റ്റാച്ചു ഉണ്ട്. ഇത് രണ്ടും ഉള്ളു ശരിക്കും. ഇവർ പണിതിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നു, മതത്തിൻ്റെ പേരിലായാലും. എന്നൊരു കുറേ ആളുകൾ വരുന്നു. ഇവിടെ ശരിക്കും വീക്കെൻഡിൽ ഭയങ്കര റഷാണ് കേട്ട്. പിന്നെ അതിൽ വൈകുന്നേരങ്ങളും റഷാണ്. വൈകുന്നേരം വന്ന രസമായിരിക്കും. ഫുള്ളായിട്ട് സമതലമായിട്ടുള്ളൊരു ഏരിയയാണ്. നല്ല ഒരു നമ്മുടെ കാറ്റിങ്ങനെ വീശുണ്ടാവും. അത് ഇവിടെ മാത്രമല്ല, കോയമ്പത്തൂർ മുഴുവൻ. ഈ കാണുന്ന ആളാണ് ശിവൻ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ രൂപങ്ങൾ ഇന്ത്യ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താ മാട്ടുവണ്ടി എന്ന് പറഞ്ഞാൽ മാട്ടുവണ്ടിക്ക് ഒരാൾക്ക് 8 രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ, ഈ ആദിയോഗിയുടെ സ്റ്റാച്ചുവിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ചെക്കിങ് ചെയ്യാനൊന്നുമില്ല. ബാഗ് ഉണ്ടാവും, ക്യാമറ ഉണ്ടാവും, എല്ലാം കൊണ്ടാവും. പക്ഷേ ഈ ജ്ഞാനലിംഗം പോകണമെങ്കിൽ ക്യാമറ ഉണ്ടാകാൻ പാടില്ല, മൊബൈൽ ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. സോ ജ്ഞാനലിംഗ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കിപ്പോൾ ഈ കാളവണ്ടി കയറിയിട്ട് മെയിൻ സംഭവം ഇത് തന്നെയാണ്, സ്റ്റാച്ചു തന്നെയാണ്, അത് കാണാൻ പോകും. കാളവണ്ടിയിലെ യാത്ര തുടങ്ങിയായി. കാളവണ്ടി ചക്രം ടയർ കൊണ്ടാണ്. ശരിക്കും കാളവണ്ടി ചക്രം അല്ല, ശരിക്കും ടയർ കൊണ്ടുള്ളതാണ്. അതാണ് യാത്ര നല്ല സ്മൂത്തായിരുന്നു. ഇപ്പോൾ കാളവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാളവണ്ടി ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്. കാളവണ്ടിയുടെ ഒരു സിസ്റ്റം നല്ല രസമുണ്ട്. നമ്മുടെ പോലത്തെ കാളവണ്ടി അല്ല, ടയറിൻ്റെ മുകളിൽ പോണ കാളവണ്ടിയാണ്. 10 മിനിറ്റ് നടന്നുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ ഉണ്ടാവും ചിലപ്പോൾ.
കാളവണ്ടിയിൽ അങ്ങോട്ട് പോയപ്പോൾ മനസ്സിലായ 10 മിനിറ്റ് നടക്കാനൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവരവിടെ പറഞ്ഞതാണ് കാളവണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കിലോമീറ്റർ 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞതാണ്. ശരിക്കും ചുമ്മാ നടന്നു പോയാൽ മതി. പിന്നെ നല്ല വെയിലായ കാരണം കാളവണ്ടി പോകുമ്പോൾ രസമുണ്ട്. പിന്നെ കാളവണ്ടിയിൽ പോകാത്തവർക്ക് പോകാനും പറ്റിയൊരു കാഴ്ചയായിരിക്കും ഇത്. ഒരു പ്രത്യേക രസമുണ്ട് ഇവിടെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചില കാളകൾ മടിയന്മാരായാലും പയ്യെ നടക്കുകയുള്ളൂ. അപ്പോൾ അവർ ഹാ 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 എന്നൊക്കെ പറഞ്ഞ സൗണ്ടൊക്കെ വെച്ചിട്ട് ഇവർ സ്പീഡിൽ ഓടിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എന്താ വെച്ചാൽ ഒരു സൈലൻസ് അങ്ങനെ കിട്ടണില്ല. ഇവരിങ്ങനെ കാളത്തിലേക്ക് പോകുമ്പോൾ ഇവർ പല പല ശബ്ദം ഉണ്ടാക്കുന്ന കാരണം നമുക്കൊരു സൈലൻസ് എന്ന് അങ്ങനെ പറയാൻ പറ്റാത്തൊരു അന്തരീക്ഷമായിരുന്നു. കാരണം എനിക്ക് അവിടെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനൊരു സൈലൻസ് ആവശ്യമായിരുന്നു. പക്ഷേ ഇത് കാരണം ആ മീറ്റിംഗ് നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണത്. പിന്നെ ഈ സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഇപ്പോൾ കണ്ട ഫോട്ടോയിലുള്ള ആളാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഈഷ ഫൗണ്ടേഷൻ എന്നാണ് ഇതിൻ്റെ, ഈ ഈഷ ഫൗണ്ടേഷൻ്റെയാണ് ഇതെല്ലാം. ഫൗണ്ടറും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. ജഗദീഷ് വാസുദേവ് എന്നാണ് അയാളുടെ പേര്. ഇയാൾ കോയമ്പത്തൂർക്കാരനാണ്. ഇയാൾ മാരീഡായിരുന്നു, ഒരു മോളുണ്ട്. ഭാര്യ മരിച്ചുപോയി, ഭാര്യനെ കൊന്നാണെന്നൊക്കെ ഒരു ആരോപണമൊക്കെ ഉണ്ട്. ഭാര്യയുടെ അപ്പം തന്നെയാണ് ആരോപിച്ചത്. എനിവേ ഇപ്പോൾ ഇയാൾക്ക് പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഫേമസ് ആയ ആളാണ്, നല്ല സ്പീച്ചറാണ്. പുള്ളിക്കിപ്പോൾ ഒരു ബ്രെയിൻ സർജറി നടത്തിയിട്ടുണ്ട്. മാർച്ചിൽ ബ്രെയിൻ സർജറി വേണ്ടി വന്നു. ഇപ്പോൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു പറയുന്നു. എന്തായാലും ഈഷ ഫൗണ്ടേഷൻ്റെ കുറേ ആളുകൾ അവിടെ ഉണ്ട്. നമുക്കിവിടെ പോയി താമസിക്കാം. ശരിക്കും 750 തൊട്ട് 2000 രൂപ വരെ ഇവിടെ താമസിക്കാൻ ഒരു ചാർജ് ഈടാക്കുന്നുണ്ട്. 3 ദിവസമൊക്കെ വോളണ്ടിയറായിട്ട് താമസിക്കാം. ഈ കാണുന്നതാണ് നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ. ഇത് സ്റ്റീൽ സ്ട്രക്ചറാണ്. ശിവൻ്റെ ബാക്കിലെ മുടിയാണ് ഈ കാണുന്നത്. ഈ വഴിക്ക് ഇങ്ങോട്ട് പോകാമെന്ന് ഓർത്താൽ അപ്പോൾ അവിടെ പറഞ്ഞു ആ വഴിക്ക് കയറാൻ പറ്റില്ല, പുറത്തുകൂടെ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പിൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പിൽ പോകാൻ വേണ്ടി ഞങ്ങൾ മുമ്പിലേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ ഈ വോളണ്ടിയേഴ്സിനെ കാണാൻ പറ്റും. വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവർ നമ്മളെ വെൽക്കം ചെയ്യും. വേണമെങ്കിൽ നമുക്ക് വോളണ്ടിയറായിട്ട് അവിടെ കൂടാം. എനിവേ ഇവരുടെ എല്ലാ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക, ഇവിടെ വരിക, കാശ് ഈടാക്കുക. ഇവിടെ എൻട്രൻസ് ഫീ ഒന്നും ഇല്ലെങ്കിലും ബാക്കി എന്ത് തൊട്ടാലും ക്യാഷ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലം പോലെ സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാനവർ പറയുന്നുണ്ട്. നമുക്ക് ചെറിയൊരു കാർഡൊക്കെ തരും, നമുക്ക് വേണമെങ്കിൽ അംഗമായാൽ മതി. എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തവരെ ഞാൻ അതിൽ അംഗമാകാൻ പോയില്ല. ഇതാണ് ശിവൻ്റെ ഫ്രണ്ട് സൈഡ്. എന്തായാലും ഈ സ്കൾപ്ചർ നല്ല അടിപൊളിയാണ്. ബസ്റ്റ് ഓഫ് ശിവ എന്ന് പറയും. അതായത് ശിവൻ്റെ നമ്മുടെ അരഭാഗത്ത് നിന്ന് മുകളിലേക്കുള്ള സ്റ്റീൽ സ്ട്രക്ചറാണ്. ഞാൻ പറഞ്ഞാൽ 122 അടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ യോഗി ശിവനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശിവൻ ആദിയോഗി, അങ്ങനെയാണ് ആദിയോഗി എന്നുള്ള പേര് വന്നേക്കണേ. ശിവനും ആദിയോഗിയൊക്കെ എല്ലാം ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ സാങ്കല്പികമായ ദൈവം തന്നെയാണ്. ഈ സ്ട്രക്ചർ എന്തായാലും സമ്മതിച്ചേ പറ്റൂ. ആ ചന്ദ്രക്കലയും പൊട്ടൊക്കെ തൊട്ട് ശിവൻ്റെ ഇത് നല്ല രസമാണ്. എല്ലാം വൈകുന്നേരം ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. വൈകുന്നേരം വരുവാണെങ്കിൽ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പൂർണ്ണ നിലാവ് വരുന്ന സമയത്ത് ഇവിടെ പ്രത്യേക ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. 10 വരെയൊക്കെ ഉണ്ട്. സാധാരണ ഇത് 8 മണി തൊട്ട് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ എന്നാണ്, 6 മണി തൊട്ട് 8 മണി വരെ എന്നാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് മനസ്സിലാകുന്നത്. പിന്നെ മഹാശിവരാത്രി സമയത്ത് ഇവിടെ ഈ പറഞ്ഞ സദ്ഗുരു ഒന്ന് ഡാൻസ് കളിക്കണ നമ്മൾ വീഡിയോ കാണാറുണ്ടല്ലോ. അപ്പം എന്തും ചെയ്തിട്ട് ആളുകളെ ആകർഷിക്കുക, മതത്തിൻ്റെ പേരിലായാലും പിന്നെ ക്യാഷ് ഉണ്ടാക്കുക. എനിവേ എന്തൊക്കെ വയസ്സായാലും ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാരണം ഇവിടെ കുറേ ആളുകൾ ജീവിച്ചു എന്നുള്ള ഒരു പച്ച പരമാർത്ഥമാണ്. കാരണം കുറേ ആളുകൾക്ക് കട നടത്താൻ പറ്റി, കുറച്ച് പേർക്ക് കാളവണ്ടി ഓടിക്കുന്നതിന് കാശുണ്ട്. അങ്ങനെ പല ഇതുകൊണ്ടും ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് മാറി. മറ്റേത് വിജനമായി കിടന്ന സ്ഥലമായിരുന്നല്ലോ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതിൻ്റേതായ അർത്ഥങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പേർക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളവർക്കും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ വന്ന സമയം ഭയങ്കര ചൂടുള്ള സമയമായ കാരണം അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യമാണ്. എന്തായാലും വന്നപ്പോൾ എല്ലാം ഒന്ന് ക്യാമറയിൽ പകർത്തുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ക്യാമറ പകർത്താനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അപ്പുറത്ത് കുറച്ച് മാറിയിട്ട് ഒരു ശിവലിംഗം ഉണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഒരു ബാഗ് കൊണ്ടുപോകാൻ പാടില്ല, ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല എന്നേ ഉള്ളൂ. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞേനെ. ഭക്തന്മാർ മാത്രമേ അപ്പുറത്തേക്ക് പോവുള്ളൂ. സോ ഇതൊരു മാഗ്നിഫിഷ്യൻ വ്യൂ തന്നെയായിരുന്നു. കോയമ്പത്തൂർ വന്നാൽ കാണാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ചെറിയ ആരാധനയൊക്കെ ഉണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് കാണാം. ചെറിയൊരു അമ്പലമല്ല, എന്തോ ശിവലിംഗം കൊണ്ടെന്നാണ് ചെറിയൊരു, അവിടെ ശിവലിംഗം ഉണ്ട്. അവിടെ വെച്ച് ആരാധിക്കുന്നുണ്ട്. അപ്പം ഇത് ഭക്തർക്ക് മാത്രമായിട്ടുള്ള ഏരിയയാണ്. നമ്മളും ഭക്തി കണ്ട് കയറിയിരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഭക്തിയൊക്കെ ഒരു പ്രശ്നമാണെന്ന് അറിയാവുന്നവർക്ക് അങ്ങോട്ട് കയറേണ്ട കാര്യമില്ലല്ലോ. എനിവേ ഇവിടെ തമിഴന്മാരെക്കാൾ കൂടുതൽ മലയാളത്തിനാണ് ഞാൻ കണ്ടത്. എല്ലാവരും മലയാളം പറഞ്ഞു നടക്കുകയാണ്. ഒരു പക്ഷേ അവിടെ നിന്ന് തന്നെ വന്നായിരിക്കാം, കേരളത്തിൽ വന്നായിരിക്കാം, അല്ലെങ്കിൽ പാലക്കാട്, അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ കുറേ പേരുണ്ടല്ലോ. കാരണം മലയാളത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു, പല കണ്ട് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ മലയാളത്തിൽ കുറച്ച് കൂടുതലാണ്. നമ്മൾ അത് നല്ലതുമാണ്.
കൂടുതൽ സ്ഥലങ്ങൾ കാണാമെന്നുള്ള നല്ല കാര്യമാണല്ലോ, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെയാണ് യോഗേശ്വർ ലിംഗ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളെ ഉള്ളിൽ കണ്ടതാണ് ശിവലിംഗം. സോ ഞാനിപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. ഞാൻ പയ്യെ തിരിച്ചു പോകാനാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ. അതുകൊണ്ട് ഞാനിപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു കാര്യത്തിൽ നമുക്ക് നോക്കുകയാണ്. ചൂടെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചൂടാണ്, ഒരു 40 ഡിഗ്രി അടുത്തുണ്ടാവും മിക്കവാറും. സോ അപ്പോൾ തിരിച്ചു പോട്ടെ. ഇത് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റിൽ കാണുന്നതാണ് ധ്യാനലിംഗ എന്നുള്ളത്. ഇവിടെയാണ് കയറാൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് കേരളം കയറാൻ റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിലും കയ്യിൽ സാധനം കൊണ്ടുപോകാൻ പാടില്ല, ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയില്ല. ധ്യാനലിംഗ എന്നുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലമാണ്. അവിടെ ഒരു ശിവലിംഗം ഉണ്ട്, പിന്നെ വേറെ എന്താണ് കുറച്ചൊക്കെ പരിപാടി ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിന് നമ്മളിവിടെ നമ്മുടെ എല്ലാ ലഗേജും ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ കയറി കാശ് കൊടുക്കേണ്ടി വരും. വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ളൂ. ഫ്രീയോ അല്ല. ഇത് ഇങ്ങോട്ട് ഫ്രീ ആണ്, പക്ഷേ നമ്മുടെ മെറ്റൽ സ്റ്റാച്ചുവിലേക്ക് ഫ്രീ ആണ്, ബാക്കിലേക്ക് ഫ്രീ അല്ല. പിന്നെ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്തായാലും ഞാനിപ്പോൾ തിരിച്ചു പോവാണ്. ഓക്കെ, വീഡിയോ ഉണ്ടല്ലോ, നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. പോകുന്ന വണ്ടിയാണ് കോയമ്പത്തൂർ നിന്ന്. ഈ വണ്ടിയേ ഉള്ളൂ, 14D മാർക്ക് കണ്ടിരിക്കുക. 14D എന്നുള്ള പേരാണ് ഈ വണ്ടി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു പോവാണ്. കുറച്ച് മുമ്പ് ഒരു വണ്ടി പോയതായിരുന്നു കാലിയായിട്ട്, അതിന് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടിപ്പോൾ ഈ വണ്ടിയേ ഉള്ളൂ, ഇതിന് ഫുൾ ആളാണ്, നിന്ന് പോകേണ്ട വരും. അപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. പിന്നൊരു വീഡിയോയുമായി പിന്നെ സമയത്ത് വരുന്നതായിരിക്കാം.